അല്ലെടുത്തു അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമാണ്. പടച്ചവനോട് ഞാൻ 100 തവണ നന്ദി പറഞ്ഞൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥി കടന്നു വരുന്നൊരു ദിവസമാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് അങ്ങനത്തെ ഒരു നേട്ടം നമുക്ക് കൈവരിക്കാൻ പറ്റുക എന്നുള്ളത്. ചെറിയ ഏജിൽ നല്ല നല്ല സ്വപ്നങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. പ്രത്യേകിച്ച് അത് ഫാമിലിക്കും കൂടി യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ളൊരു സ്വപ്നമാകുമ്പോൾ, എൻ്റെ ഒറ്റയ്ക്കുള്ള സ്വപ്നമല്ല. എൻ്റെ സ്വപ്നങ്ങളൊന്നും ഒരിക്കലും സെൽഫിഷ് സ്വപ്നങ്ങളല്ല. നന്നാവുമ്പം ഞാൻ നന്നാവണം, ഒപ്പമുള്ളവർ നന്നാവണം, ഫ്രണ്ട്സ് നന്നാവുമ്പോൾ ഓലെ ഫാമിലി നന്നാവണം, ഞാൻ നന്നാവുമ്പോൾ എൻ്റെ ഫാമിലി നന്നാവണം, എൻ്റെ അനിയന്മാർ നന്നാവണം, എൻ്റെ പിമ്മി നന്നാവണം. ആ ഒരു കൺസെപ്റ്റ് മാത്രമാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ള കാര്യം. ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് ഇന്ന കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ളൊരു സ്വപ്നം ഇതുവരെ ഞാൻ കണ്ടിട്ടുമില്ല. ഞാൻ അങ്ങനെ അത് നേടിയിട്ടുമില്ല. നേടിയത് ഫുള്ള് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് ആക്ച്വലി നമ്മളൊരു സർപ്രൈസ് വണ്ടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പച്ചിക്ക് അറിയില്ല, അമ്മച്ചിക്ക് അറിയില്ല. ഈച്ചുനും അഫിക്കും ഇന്നലെ രാത്രി കാണിച്ചു കൊടുത്തു. ഓൾക്ക് 2 ദിവസം മുമ്പ് അറിയണത് അതിനുപോലെ റിയാക്ഷനും അഫിനെ സ്കൂളിൽ എടുക്കാൻ പോയത് ഈ വണ്ടിയിലാണ്. അപ്പോൾ അത് ഇന്നലെ കുറച്ച് പേരെങ്കിലും വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എന്താ വണ്ടി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വ്ളോഗിൽ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ വ്ളോഗ് ഇനി പോകാൻ പോകുന്നത് എങ്ങോട്ടാ വെച്ചാൽ, ഇത് ഇന്നലെ കണ്ട ആൾക്കാർ അച്ചുവിൻ്റെ റിയാക്ഷൻ ഉണ്ട്, ഷാനുവിൻ്റെ റിയാക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ വണ്ടി നിർത്തിയിരുന്നത് ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്ന ആപ്പാപ്പാൻ്റെ വീട്ടിൽ സൈഡിൽ പാർക്കിങ്ങിലാണ് ഞാൻ വണ്ടി കാണിച്ചു കൊടുക്കേണ്ടത്. പാർക്കിങ്ങിലാണ് ഞാൻ നിർത്തിയത്. അപ്പോൾ അതിന്ന് എടുത്തിട്ട് ഇപ്പച്ചി അവിടെ ചക്ക ഇടുന്നുണ്ട്. ചക്ക ഇടുന്നിടത്തേക്കാണ് നമ്മൾ കറക്റ്റ് വണ്ടി കൊണ്ടുപോകുന്നത്. ആഴ്ചമാനത്താനോട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഓലൊക്കെ പിടിച്ച് നിർത്തിയത് ഇതൊന്ന് കാണിച്ചു കൊടുക്കാനാണ്. അപ്പോൾ എന്തായാലും ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിത് കൊണ്ട് പോകാൻ പോകുന്നത്. നൂറ ഏതാണ് തട്ടട നൂറ ഓട്ടിയോള്. അപ്പം എന്തായാലും നമുക്ക് എങ്ങനെ ഉണ്ടാവും റിയാക്ഷൻ കാണാം. അപ്പം നമ്മൾ ഇത് വണ്ടി എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോൾ ഇപ്പച്ചി ഞങ്ങളെല്ലാവരും ഒരു കുടക്കീയിൽ കിട്ടിയാടോ എല്ലാവരും ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇപ്പച്ചിൻ്റെ ഒരു 1-2 വാക്കുകൾ ഇപ്പച്ചി സംസാരിച്ചു നമ്മളോട് എല്ലാവരോടും. നമ്മളെ കൂട്ടി നിർത്തിയിട്ട് പുതിയ സമൂഹത്തിന് ഇപ്പോഴത്തെ ഒരു തലമുറൻ്റെ അവസ്ഥ വെച്ചിട്ട് ഉള്ള ഇപ്പച്ചിൻ്റെ ഒരു സംസാരമാണ്. അപ്പോൾ എന്നാലും അത് മുതൽക്കൂട്ടാവുന്ന വിചാരിക്കണം. അതിൽ ഇപ്പച്ചി ഒരു കാര്യം പറയുന്നുണ്ട്. പള്ളിയിൽ ജെയ്സിമ പേര് ചെയ്തിട്ട് വന്നവനെ ചീത്ത പറഞ്ഞു എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അതിലുപരി ഒരു കുട്ടികളും പള്ളിക്ക് അടുക്കാത്ത കാലത്ത് അറ്റ്ലീസ്റ്റ് ജെയ്സിനും പേര് ചെയ്ത് ബാക്കിൽ ഇടുന്നത് ഒരാളെ ശ്രദ്ധ തെറ്റിക്കരുത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. പക്ഷേ മുന്നിൽ പേര് ചെയ്ത് എന്തെങ്കിലും ആയിക്കോട്ടെ, അറ്റ്ലീസ്റ്റ് അങ്ങനത്തെ ഒരു ജെയ്സി ഇട്ടിട്ടെങ്കിലും ടീഷർട്ട് ഇട്ടിട്ടെങ്കിലും നല്ല ഔറത്ത് പറഞ്ഞാൽ പോലെ അങ്ങനെ പള്ളിയിൽ ആൾക്കാർ എത്തുന്നുണ്ടല്ലോ എന്നുള്ളതിലാണ് കാര്യം എന്നാണ് ഇപ്പച്ചി പറയുന്നത്. അപ്പോൾ എല്ലാവരും അത് അങ്ങനെ തന്നെ വായിച്ചെടുക്കണം എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിയും കൊണ്ടിട്ട് ഞാനും ജിമ്മിയുണ്ട്. ഞങ്ങളാണ് ഫുൾ ഇതിൻ്റെ കാര്യങ്ങൾ ബുക്കിങ്ങിൻ്റെ സമയം മുതൽ എനിക്ക് ഈ വണ്ടിൻ്റെ കാര്യം ആകെ അറിയുന്നത് ജിമ്മിക്ക് മാത്രമാണ്. ഫുൾ ഡീറ്റെയിൽ ജിമ്മിക്ക് ഞാൻ കൊടുത്തിരുന്നത്. അപ്പം ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് കിട്ടുമ്പോഴൊക്കെ ജിമ്മി മാത്രമാണ് ഇത് അറിയൽ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളിന്ന് വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. അവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ആർക്കും വണ്ടി അത് അറിയില്ല, എന്തിനാ വാങ്ങിയെന്നറിയില്ല, ഒരു കാര്യം അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി വെക്കാം. അപ്പൊ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഇവിടെ ഒരു പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ UDF നേതാവ് ഇന്നും ഓൺ ടൈമിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടി കൊണ്ട് മറ്റേ വേസ്റ്റ് ആണ്. വേസ്റ്റ് ഒന്നും ഇത് എപ്പോഴും അതിന് ആവശ്യം വരികയെന്ന് പറയാൻ പറ്റൂല. ഏതൊരു സാധനം നമ്മൾ ബാലൻസ് വന്ന് എന്ത് ചെയ്യുക, കീപ്പ് ചെയ്താൽ പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു ധാരാളം വരികയാണെങ്കിൽ അതിനിങ്ങനെ കീപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ ആലോകത്തേക്ക് ഇറക്കാൻ നടക്കണം, ഇല്ലെങ്കിൽ അങ്ങാടി പോകാൻ നിൽക്കണം. ഇത് ശംസു ബാക്ക് പോയേക്കാണ് അവിടെ ഉണ്ടാവും, താഴെ ഉണ്ടാവും ഇല്ലേ? വള്ളിമള്ളിക്കാണ് ശംസു ബാക്ക് പോയേക്കാൻ പറ്റിയ വേസല്ല. ഇന്നെന്തോ കാര്യപ്പെട്ട ഇന്ന് കാര്യപ്പെട്ട എന്തോ ഡീൽ ഓർ നോ ഡീൽ. നിങ്ങൾക്ക് മകാൻ കോടീശ്വരൻ എന്താ നികുതി അടച്ചു വന്നിരിക്കുന്നു. എങ്ങനെ ആകെ കൊടുക്കാൻ പറ്റും. അമ്മച്ചി സ്കൂളിലത്തെ ടീച്ചർമാരിലുപരി കുട്ടികൾട്ടോ, കാരണം നോമ്പെടുത്ത് പോണ കുട്ടികളുണ്ട്. അപ്പൊ അമ്മച്ചിക്ക് നോമ്പെടുത്ത് പോണ ടീച്ചേഴ്സാണ്. കുട്ടികൾക്ക് ക്ലാസ് കേട്ടിരുന്നാൽ മതി. ഇമ്മച്ചിനെ പോലെ ടീച്ചർമാർക്ക് നോമ്പെടുത്തൊന്നും കഴിക്കാൻ പൊരി വെയിലത്ത് ചൂടത്ത് ക്ലാസ് എടുക്കണം. അപ്പൊ ഒരു ബിഗ് ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ്. കൈയോട്ടാ അതുപോലെ ഉപ്പച്ചിനെ പോലുള്ള HM-മാർക്കും ഒരു വലിയ കൈയടി. സ്കൂളുകളിൽ നല്ല കൈയടി. അപ്പൊ ഇത് സ്റ്റീലിന്റെ കൂട്ടറാണ്.
ഓന് പല കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു അടി അതിന് ശേഷം പന നോക്കല്ല. അതൊക്കെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആണ്. അന്നത്തെ കാലത്ത് അടിക്കുന്ന ടീച്ചേഴ്സ് കുറച്ച് ആൾക്കാർ നന്നായി, അതിന് കിട്ടാതെ പോണ ഒരുപാട് ആൾക്കാർ. എന്താണ് ഇനി ഇത് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഞാനിപ്പോൾ അഫീഫിൻ്റെ കൂട്ടുകാരനെ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം അവന് പിന്നെ എൻ്റെ അടുത്ത് അടി കിട്ടിയപ്പോഴും ഓർമ്മയെ മറക്കൂലെന്ന് പറഞ്ഞു. അവൻ മറന്നിട്ടില്ല, ഞാൻ മറന്നിക്കണ്. പക്ഷെ അതൊക്കെ കുട്ടികളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് അതൊക്കെ. അതൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു ജീവിതത്തിലെ മാറ്റം അത് വന്നിട്ടുണ്ടാവും. പിന്നെ ഞാൻ പ്രത്യേകമായിട്ട് കിട്ടും. അതായത് മക്കൾ ഇത് മാറ്റി നിർത്തൂല, രണ്ടടി ഏറെ കിട്ടും. അതിന് ഒരുപാട് ഇതാ ഇവിടെ പാന്റ് ബ്ലോഗിൽ ഊരാൻ പറ്റായിട്ടാണ് ഗൈസ്, വേണ്ട. അപ്പം ഒരുപാട് കുട്ടികളെ സ്വന്തം കുട്ടിയൊക്കെ 4 അടി കിട്ടുമ്പോൾ ആരാന്റെ കുട്ടിക്ക് 1 അടി കിട്ടുള്ളൂ. 4 അടി ഏറെ അടിച്ചിക്കണം ഇന്നൊക്കെ ഇമ്മച്ചി. എന്നാലും കുഴപ്പമില്ല, നന്നായി. എന്ത് സംഗതി വെച്ചാലേ നല്ല കുട്ടി. ഞാൻ പറയാൻ കൊണ്ടുവന്ന വിഷയം എന്താ വെച്ചാല്, ഇപ്പോൾ ഇവിടെ CCTV ഒക്കെ ഉണ്ട്, അത് അതിൻ്റെ നിരീക്ഷണം നടത്തുന്നുണ്ട്. അതിലേറെ ഉപരിയായിട്ട് ഞാൻ നല്ലൊരു CCTV ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ വരുന്നേയും പോണേയും ആളുകളെ ഞാൻ നന്നായിട്ട് നിരീക്ഷിക്കും. എസ്പെഷ്യലി യുവർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ നോമ്പിൻ്റെ വേളയിൽ പറയാൻ. എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ്. ആൾക്കാർ 916 നല്ല കുട്ടികളാണ്. അപ്പോൾ പാത്രം കാലിയാക്കാനുള്ള ആൾക്കാർ മാത്രമല്ല, പിന്നെ പള്ളിയില് നിസ്കരിക്കണ കാര്യത്തില്, നോമ്പെടുക്കണ കാര്യത്തില്. ഇപ്പൊ നമ്മളെ പള്ളിയിൽ കുറച്ചൊരു ജിന്നി വിഭാഗം ഉണ്ട്. വെച്ചാല് ഓലെ പേര് കേട്ടാൽ തന്നെ പേടിയാ മനുഷ്യന്. ഓൽക്ക് ആളുകളെ CCTV ആയിട്ട് ഇങ്ങനെ ഓരോ ആളുകളും ബാക്കിൽ നടന്നിട്ട് വാച്ച് ചെയ്യണ പരിപാടിയാണ്. ഒരു വളർന്നു വന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട്, അവർ ജീവിച്ചു പോകുന്ന പശ്ചാത്തലമൊക്കെ. ഇവിടെ 1-2 ആൾക്കാർ മരിച്ചു പോയിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഈ ലക്ഷം വീട് ഭാഗത്ത് വന്നാൽ കൃത്യമായിട്ട് അറിയും. ഓരോ മരങ്ങളും ഓരോ കല്ലുകളും സംസാരിക്കും അവരെ പറ്റിയിട്ട്, ആരായിരുന്നു അവരെന്നുള്ളത്. അതുപോട്ടെ. എന്നിട്ട് ഇപ്പോൾ അവർക്ക് ഇപ്പോൾ പണി എന്താ വെച്ചാൽ, എന്താണ് എവിടെയെങ്കിലും പോയി 4 ക്ലാസ്സൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഓർക്ക് നിങ്ങൾക്ക് തോന്നുക ഞങ്ങൾ വലിയ എന്തോ സംഭവം ആയിക്കണ് എന്താ വിചാരിച്ച് പള്ളിയിൽ വരുന്ന കുട്ടികളെ നിരുത്സാഹപ്പെടുത്തുക. ടീഷർട്ട് ഇട്ട് വരുന്ന കുട്ടികളെ എന്ത് ചെയ്യുക, അതിൻ്റെ ടീഷർട്ടുമ്പോൾ എന്താ ബാക്കിൽ എന്താ ചെയ്തിരിക്കണ് ആണ് വായിച്ചാൽ പോരെ, ചോദിക്കാൻ നിൽക്കണോ? മുന്നിൽ എന്താ ചിത്രം, അവിടെ എന്താ എമ്പളം, ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ ചെരുപ്പം എന്താ അങ്ങനെ മുന്നിൽ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന സമകാലീന യുഗം ഏറ്റവും കൂടുതൽ ഒരു കലികാലത്തിലാണ് നമ്മൾ ജീവിച്ചു കൊടുക്കുന്നത്. ഇന്ന് വരെ കൊലപാതകം നടന്നിട്ടുണ്ട്. അത് നിങ്ങളെ പ്രായത്തിലുള്ള കുട്ടികളാണ്. അപ്പൊ അത്തരത്തിലുള്ള മക്കൾ അതിലൊന്നും പെടാതെ, പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു യൂട്യൂബർ ആവുമ്പോൾ ഞാൻ നിരീക്ഷിക്കുന്ന ഒരു കാര്യം അതാണ്. ഞാൻ ആ നിമിഷം ഞാൻ പറയട്ടോ, ഇപ്പം തന്നെ ഞാൻ മുൻകൂട്ടി തന്നെ പറയാണ്, നിങ്ങളെ പോക്ക് എന്ന് റോങ് ആയി തോന്നുന്നോ എല്ലാം കെട്ടി ഇവിടെ ബ്ലോക്കാക്കും. കൂട്ടുകാർക്കൊന്നും ഇതൊന്നുമില്ല, കഞ്ഞിയൊന്നുമില്ല, അതൊന്നുമില്ല. അതായത് ഏത് കഞ്ചാവും കളിന് അടിക്കാമല്ലോ, അതാ പറയണ്ടേ. അത് ഇപ്പോഴത്തെ ഈ പുതിയ തലമുറയിൽ, പ്രത്യേകിച്ച് ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇത് നാവിൻ്റെ അടിയിൽ വെക്കാതെ മുന്നോട്ട് പോകില്ല. അങ്ങനത്തെ ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ 3 ആളെയും എന്താണ് പ്രത്യേകമായിട്ട് ഞാൻ നിരീക്ഷിച്ച് വരാറുണ്ട്. എന്തെങ്കിലും നിങ്ങളുടെ അത്തരത്തിൽ അബദ്ധങ്ങളുണ്ടോ ഇല്ല എന്ന് മാത്രമല്ല, പരമാവധി ദീനിയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതെനിക്ക് എന്നും മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ്. ഞാൻ ഇന്നേ വരെ നിങ്ങളെ സമ്പാദ്യം എത്ര ഞാൻ ചോദിച്ചില്ല. ഒരു പരിപാടി കഴിഞ്ഞപ്പം വരുമ്പോൾ എത്രയാണ് കിട്ടിയത്, അവിടുത്തെ എത്ര കിട്ടിയത്, ഇവിടുത്തെ എത്ര കിട്ടിയത്, അവിടുന്ന് എത്ര കിട്ടാൻ ബാക്കിയുണ്ട്, നിങ്ങളെ ആരും ബാങ്ക് ബാലൻസ് ഞാൻ ചോദിച്ചിട്ടില്ല. ശരിയല്ലേ? പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താണ്, എന്താ ചോദിക്കല്, നിസ്കരിച്ചിരിക്കണോ? നമസ്കാരം. അത് ഇനി വാഹനത്തിൽ പോവുകയാണെങ്കിലും തയമ്മം ചെയ്തിട്ടാണെങ്കിലും 2 റക്അത്ത് 4 റക്അത്തിലെ 2 റക്അത്ത് ആക്കിയിട്ടാണെങ്കിലും അതിന്റെ കാര്യത്തിൽ കണിശത വേണം. നിങ്ങൾക്ക് തേര് പറയല്ലേ? അതാണ് ഇപ്പൊ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് ഈ വേളയിൽ പറയാനുള്ളത്. ഇന്നേ വരെ അവരൊക്കെ ആ കാര്യത്തിൽ വളരെ ഒറ്റൊരാൾ മതി പറയിപ്പിക്കാൻ. ഹനാന്റെ ടീം നില എന്താവുന്ന മാറുന്നറിയോ? ഹനാന്റെ ഗ്യാങ് ആയിട്ട് ടീം ഗ്യാങ് സംഗതി ഒന്ന് തന്നെയാണ്. ഇംഗ്ലീഷിൽ വലിയ അർത്ഥ വ്യത്യാസങ്ങൾ അതിനതില്ല. പക്ഷെ ഗ്യാങ് എന്ന് പറയുമ്പം ചീത്ത കൂട്ടുകെട്ടും
മോശം ചുറ്റുപാടും ജീവിക്കുന്ന ആളുകൾക്കാണ് ഗ്യാങ് സാധാരണക്കാർ അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണ് അവർ പറയാം. ഓൻ ആ ഗ്യാങ്ങിലാണെന്നല്ലേ ആ രീതിയിലാണ് പറയാം. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഈ കൂട്ടത്തിൽ നിസ്കാരം നോമ്പൊക്കെ അടക്കട്ടെ, അതല്ലാതെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും വേണ്ടാവൃത്തിയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും സോഷ്യൽ മീഡിയ ഹൈലൈറ്റ് ചെയ്യുക. ഹനാൻ്റെ ടീമിന് ഇതാ കിടക്കുന്നു, എന്താ ഉണ്ടോ, അല്ല അവിടെ അല്ല, ഉദാഹരണം പറയാനേ കുരങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ നിമിഷം വരെ സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും വരുന്ന ഇവിടെ പ്രസന്റ് ഇല്ലാത്ത കമന്റ് ബോക്സിൽ കൈയടിക്കുക കേട്ടല്ലോ. ഇവിടെ വരാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പം ബാസിലാവട്ടെ, ഷാനു ആവട്ടെ, പിന്നെ മഞ്ചേരി, പോയിക്കോട്ടെ. നോമ്പിന് പരമാവധി ഒഴിവാക്കാൻ നല്ലത്. ബാലി ഒരു പള്ളിക്കലാണ്, അല്ല ബാലിയിലെ നോമ്പ് ആണെങ്കിലും എന്താണ് അത് നോമ്പ് ഒഴിവാക്കാൻ അതൊരു കാരണമല്ല, അത് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അതുകൊണ്ട് പരമാവധി എന്ത് ചെയ്യുക, അത്തരം കാര്യങ്ങള് ഈ റമദാൻ മാസത്തിൽ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുക. പോകേണ്ടി വരികയാണെങ്കിൽ, ഞാൻ എന്റെ അഭിപ്രായം പറയാം കേട്ടോ, പോകേണ്ടി വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, നോമ്പ് എടുക്കുക. അത്രക്ക് പ്രയാസമാണെങ്കിൽ, ഞാൻ പടച്ചോനെക്കാളും വലിയ ആളല്ലല്ലോ, പടച്ചോൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ യാത്രയിലാണെങ്കിൽ നിങ്ങൾക്ക് നോമ്പ് ഒഴിവാക്കാം. പകരം വേറൊരു ദിവസം, റമദാൻ അല്ലാത്ത ദിവസം അത് എടുത്ത് ആ നോമ്പെടുത്തുകൊണ്ട് വീട്ടണം എന്നുള്ളതാണ്. കൂട്ടത്തിലെ സന്തോഷവാദികളെ അറിയിക്കാണ് വരുന്ന തിങ്കളാഴ്ച സ്കൂളിലെ സമൂഹ ഇഫ്താറാണ്. അവിടുത്തെ സ്റ്റാഫെല്ലാം കൂടി സംഘടിപ്പിക്കുന്ന നോമ്പെടുത്തുകൊണ്ട് അതാണ്. ചോക്കാട് പിന്നെ പറയിപ്പിക്കരുത്. കേട്ടല്ലോ, ചോക്കാട് ഞാൻ വർക്ക് ചെയ്യുന്ന പടയന്താൾ സ്കൂൾ അവസ്ഥയാണ് പറഞ്ഞത്. അവിടുത്തെ പ്രത്യേകിച്ചാൽ എല്ലാ സ്റ്റാഫും അവരുടെ കുട്ടികളും ആ ഇഫ്താർ പങ്കെടുക്കുന്ന കുട്ടികളും നോമ്പെടുത്തുകൊണ്ടാണ്, അതായത് നമ്മൾ എടുക്കുന്ന അതേപോലെ എന്നിട്ട് നോമ്പ് തുറവിക്ക് വരിക. അതൊരു നല്ലൊരു അത് പ്രത്യേകത. കഴിഞ്ഞ വർഷം അതേപോലെ. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഇനിയുണ്ടോ? ഇനിയില്ല. ഞാൻ നമ്മുടെ അവിടെ ഈ ചക്ക സുലഭമായിട്ടുണ്ടാകുന്നുണ്ട്. അത് ഈ കാലത്ത് മഴ പെയ്താൽ പിന്നെ അത് വല്ലാതെ ഉപയോഗിക്കാൻ കഴിയില്ല. ചക്ക ഈ സമയത്ത് അത് വല്ലാത്തൊരു എന്താണ് അനുഗ്രഹമാണ് ചക്ക. അപ്പോൾ അത് ഉണ്ടായിട്ടുണ്ട്. പല ആളുകളും അത് ഫോണിലൂടെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ അവിടെ ഉണ്ടല്ലേ, എങ്ങനെ പുറത്തു പോയത് നിങ്ങൾക്ക് അറിയില്ല. അല്ലാതല്ല അതിൽ അത് കഴിഞ്ഞു. മഗ്‌രിബിന് പള്ളിയിലെത്തും, എല്ലാം കേട്ടോ. മഗ്‌രിബിന് പള്ളിയിലെത്തും. പള്ളിയിൽ പോകുമ്പോൾ ഞാൻ എന്താണ് കൊണ്ടുപോകല്, ഈ ചക്കയാണ് കൊണ്ടുപോകല്, പഴുത്ത ചക്ക. തറാവീഹ് എനർജിക്കല്ല, അവിടെ നമുക്ക് ഇവിടുന്ന് കഴിക്കാം. അങ്ങോട്ട് കൊണ്ടുപോകും, തുറക്കാൻ കൊണ്ടുപോകുമ്പോൾ അവിടെ ബത്തക്ക ഉണ്ടാവും, കാരക്ക ഉണ്ടാവും, പിന്നെ മുന്തിരി ഉണ്ടാവും, പിന്നെ ബുർത്തുക്കാലുണ്ടാവും, ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആളുകളൊക്കെ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇതുമൊക്കെ ഇങ്ങനെ കൈ നീട്ടി വരുന്നതാണ്. അത് ഈ സമയത്ത് വല്ലാതെ ചക്ക അല്ല എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ചക്ക തിന്നാൻ അതിൻ്റെ ആ സ്മെല്ല് അത് വല്ലാത്തൊരു ആകർഷിക്കുന്നൊരു ഘടകമാണ് സ്മെല്ല്. രണ്ടാമത്തത് വെച്ചാൽ പഴങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലുതാണെന്ത്, ചക്ക. പഴങ്ങളുടെ രാജാവാണ്. പഴങ്ങളുടെ രാജാവ് ചക്കയല്ല, അത് പപ്പായാണ്. പഴങ്ങൾ കേട്ടല്ലോ. 10 മിനിറ്റ്. ഓക്കെ, അപ്പൊ സുഹൃത്തെ 10 മിനിറ്റ് എനിക്ക് വേണ്ടി 10 മിനിറ്റ്. പിന്നെ അപ്പൊ ഞാൻ എന്നാലും ചക്ക ഇടാൻ പോവാണ്. പിന്നെ കഴിഞ്ഞല്ലോ. അപ്പൊ ഇതുമാണ് അതുമായി ബന്ധപ്പെട്ട് ഇനി ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യങ്ങൾ ഇനി വേറെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. അത് അടുത്ത സമയത്ത് സന്ദർഭോചിതം സമയോചിതമായിട്ട് ഇടപെടുന്നതാണ്. അപ്പം ആയിഷമാത്ത നമുക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് ആയിഷമാത്ത എനിക്ക് വേണ്ടി നിന്നാൽ തീ പാറും. 10 മിനിറ്റാണ് ഞാൻ ചോദിക്കണത്. ഇതിപ്പോൾ ഒരു ക്ലാസ്സിൽ പെട്ട് 10 മിനിറ്റ് 20 മിനിറ്റ് ആയി. ആ ക്ലാസ് ഖുർആൻ ക്ലാസ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ ഇപ്പോൾ വരും. 10 മിനിറ്റ് എനിക്ക് വേണ്ടി പ്ലീസ്. അല്ല, ഇവിടെ നിന്നാൽ മതി നിങ്ങളെല്ലാവരും. ഓക്കെ, ഡീൽ. അപ്പം ഇന്നത്തെ പള്ളിയിൽ നോമ്പ് തുറക്കാൻ വേണ്ടി ചക്ക കൊണ്ടുപോകാൻ വേണ്ടി കുരുമുളക് കേട്ടോ. കുരുമുളകും ചക്കയൊക്കെ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടാക്കളെ. കറക്റ്റ് ടൈമാണ്. ബാ പോരാ കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പാപ്പാൻ്റെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിയിരിക്കണു. ആയിക്കോട്ടെ, ഇതുവരെ എല്ലാം എഴുതിയിടാന്നാ ജിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ ഇനി ഒച്ചവിളി ഉണ്ടാവും. സോറി, തോടാ ദൂർ ഹേ അല്ല, കുറച്ച് ദൂരം ഉള്ളൂ പറയാം. ഒച്ചയും വിളിയും നെഹി ഉണ്ടാക്കാൻ ഇറങ്ങാ. ഓക്കെ, എന്നാ ജിമ്മി ഇവിടുന്ന് ഇറങ്ങിയിട്ട്
അവിടുന്ന് കാണാം. ഇറങ്ങിക്കോ, വെല്ലറി. എന്താ സംഗതി ബാക്കി ചെരുപ്പിട്ടോ? ചെരുപ്പിടാതെ എങ്ങനെയും കയറാ. ചെരുപ്പോടെ നീ കയറിക്കോളിയും ഇതിന്റെ ഉള്ളിലല്ലേ. വാ ജിംഷാപ്പുറത്തോടെ കയറിക്കോ. വാ. എന്ത് ആണോ? വണ്ടി ഓണല്ല. ഓണാക്കി ഇനി കൂട്ടി. ശരിക്കും വേനല്ലോ. കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? സൂപ്പർ. ശരിക്കും വണ്ടിയാണ്. നമ്മളെ വണ്ടിയാണേ. ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. നല്ല പസർമല്ലേ? ഇങ്ങോട്ട് ജിംഷ കയറി, ഞാൻ കയറി, ഇപ്പച്ചി കയറി, ഇമ്മച്ചി കയറി. ഇതിലവരുടെ പോയി. ഇത് ഇവിടുന്ന് തിരിച്ചണോ അതോ ഇവിടുന്ന് തിരിച്ചണേ? ഓസ്മോടെ കയറിയ കുഴപ്പമില്ല. മുന്നിൽ കിട്ടി. ഇവിടെ തിരിക്കാം. അവിടെ തിരിക്കാം. അങ്ങോട്ട് എടുക്കാം. അങ്ങോട്ട് കുത്തിച്ചണ്ട. ആ സ്റ്റെമ്പ് ഒന്ന് മാറ്റിക്കാണേ. ആ സ്റ്റെമ്പ് എറിയാനേ മുത്തേ. ഒന്ന് മുന്നിക്ക് ചളിപ്പാ. മുന്നിക്ക് ചളി. അതിന്റെ പുതിയ മോഡല്. അത് പൊക്കാൻ പറ്റേ? സീറ്റ് പൊക്കാൻ പറ്റും? അത് പൊക്കാൻ പറ്റില്ല. അത് ഒറ്റ സീറ്റാ. വീഡിയോ എടുക്കാനോ? അങ്ങോട്ട് പോവാ. അങ്ങോട്ട് പോവാ. അപ്പൊ നമുക്ക് വണ്ടി ഇപ്പച്ചി ബിസ്മിൻ ചൊല്ലി ഇപ്പച്ചി എടുത്തിരിക്കുന്നു വണ്ടി. ആ കുറച്ചുകൂടി ബാക്ക് എടുത്തല്ലേ. ഇപ്പൊ ഫുൾ അടിച്ചാൽ കിട്ടും. ഞെട്ടോളി. വെരി ബാക്കിൽ വരി. ഒരു ടീമേ ബാക്കിൽ വരി. വെരി ബാ വെരി. അതിന്റെ തൊട്ട് ബാക്കിലേക്ക് അല്ലേ അറിയും. ലെഫ്റ്റ് പോയേക്കാ. ഓപ്പൺ അവൻ്റെ പോയേക്കാ. അപ്പൊ നമ്മൾ ഒരു ഡ്രൈവ് പോവുകയാണ്. ഉപ്പച്ചിയുണ്ട്. സീറ്റ് ബെൽറ്റ് ഇടി. ഉപ്പച്ചിയുണ്ട്, ഉമ്മച്ചിയുണ്ട്. ആരാന്റെ പേരേക്ക് ഞാൻ വാങ്ങിക്കൊണ്ടിരും. അയ്യോ ഏതാണ് ടീം പോണേ? സെറ്റ് ചെയ്ത് ഇടങ്ങാറാവുന്നില്ല. വിട്ടോളിയും. ഇത് എത്ര മൈലേജ് അറിയപ്പാ? 35. ആ CNG. ആ അതുകൊണ്ടാ വാങ്ങിയത്. അപ്പൊ നമ്മള് ഗ്യാസ് സിലിണ്ടർ വെക്കണം. ഗ്യാസ് സിലിണ്ടർ ഒക്കെ ഇതിലുണ്ടേ. വെച്ച് വിട്ടോളി. എന്തേ പോവാനായി കാണൂല്ലേ? ഇതിപ്പൊ കയ്യൊന്ന് ഒരു വണ്ടി വാങ്ങിട്ട് ചെലവുണ്ടെന്ന് കിട്ടാൻ ചെലവുണ്ട് കേട്ടോ. ആടിനിറക്കുണ്ട് നമ്മള്. ആടിന് സമൂസ നമ്മളിപ്പോ ഫുള്ളാക്കും. എടുക്കും. അത്ര അടുത്ത് എനിക്ക് ബാക്കി എടുക്കാൻ മണി. ഷെമ്മച്ചിന്റെ സപ്പോർട്ട് വേണം.
ഇപ്പൊ ചവിട്ടാ പെട്രോൾ ആക്കിയതാണ് ഇവിടെ വീണപ്പോ വീണതല്ല. നമ്മളവിടെ അടിച്ചു പൂച്ച ആളുണ്ടോ? ആ ഇവിടെ തിരിച്ചാ ഇവിടെ നിന്ന് ഇങ്ങനെ കയറ്റിയാണ്ട് ഫുൾ അടിച്ച് തിരിച്ചാളി. ബാക്ക് എടുത്തോളിപ്പാ, ബാക്ക് എടുത്തോളി, റിവേഴ്സ് വെച്ചോളി. ടീമും ഫസ്റ്റ് ട്രിപ്പില് ഇപ്പച്ചി ഇമ്മച്ചി അയച്ചമാത്ത ഞാനൊക്കെയാണ് പോയിരുന്നത്. പെൻഷനാവാനുള്ള ടീം ആദ്യം പോയിരുന്നു കേട്ടോ. ഇനി കുട്ടികള് എങ്ങനെയുണ്ട്? സൂപ്പർ, നല്ല കംഫർട്ടബിൾ റൈഡ്. ഇഷ്ടപ്പെട്ടോ? വണ്ടി ഇഷ്ടപ്പെട്ടോ? വണ്ടി ഇഷ്ടപ്പെട്ടു. തുടർന്നുള്ള യാത്ര ഏറ്റവും ഇഷ്ടപ്പെട്ടതിന് മൈലേജാണ്. മൈലേജാണ് എത്ര? 34 കമ്പനി പറയുന്നത്. 34 ഇതാണ്. ഏതാ മാസങ്ങളെ കയ്യിലെ വണ്ടി വെച്ചാൽ എന്താ പറയണ്ടത്? അതാണ് പറഞ്ഞിരിക്കും. ഡിസയർ. അടുത്തായി ശംസുക്ക ടീം അവതരിപ്പിക്കുന്ന റൈഡാണ്. ശംസുക്ക മുന്നിലിരിക്കേ ഇതാ ജിമ്മി കയറിക്കോ. ഇതാ അഫീകർ ഇതിലൂടെ കയറി. അഫീൻ ടീമോ ഇയാലേ അഫീൻ ഇയാലേ പോയി നിങ്ങൾ റൗണ്ട് പോയി. ഇതാ എന്താണ് വണ്ടീനെ കുറിച്ചുള്ള അഭിപ്രായം? വണ്ടി ഞാൻ ഇന്നലെ പറഞ്ഞ വീട്ടിൽ തന്നെ സ്മൂത്ത് ആൻഡ് അടിപൊളി. അതാ അതുണ്ട്. പസർമ ഉണ്ട്. എന്ത് വണ്ടിനെ കുറിച്ചാ? വണ്ടി ഒന്നും പറയാനില്ല, സ്മൂത്താണ് ഡ്രൈവിംഗ്. കംഫർട്ട് ഡ്രൈവിംഗ് ആണ്, സ്മൂത്ത് ഡ്രൈവിംഗ് ആണ്. സൂപ്പർ. നല്ല പസർപ്പുണ്ട്. പസർപ്പല്ല പസർമ. ഇരിക്കുമ്പോഴേ ക്ലച്ച് മനസ്സിലായില്ല. ആദ്യം എടുത്തിട്ടാണ് നമ്മള് ഇന്നലെ തന്നെ ഓടിച്ചപ്പോ ഉടനെ തന്നെ കുട്ടിക്കാണ് ചാറ്റ് ചെയ്യാൻ തുടങ്ങിയില്ലേ സ്നാപ്പില്. വണ്ടി ടെസ്റ്റ് ചെയ്യാൻ അപ്പൊ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട സ്റ്റീൽ അവർകൾ വീടിനുള്ളിലൂടെ ഒരു ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു നോക്കുകയാണ്. പുറത്തുകൂടെ അടിക്കാനുള്ള ഒരു അനുമതിയും ആവതും ആയിട്ടില്ല. അപ്പൊ റിച്ചു അവർകൾ എങ്ങനെയുണ്ട് വണ്ടി? വണ്ടി പൊളി സാധനം സൂപ്പർ അല്ലേ? പെട്രോൾ അടിച്ചൊന്നും വേണ്ടയില് അല്ല മിഞ്ഞാന്ന് 30 രൂപയ്ക്ക് അടിച്ചാണല്ലോ. എണ്ണ കയ്യാനയക്കണോ? പടിയുണ്ടല്ലോ. ചക്കടയാ അതാ പറഞ്ഞേ. ഇത് എവിടൊക്കെ പോയി ഞങ്ങൾ അറിയോ? അതിന്റെ എണ്ണ കഴിയണില്ല. ഓ അപ്പൊ വണ്ടി പുത്തൻ പുതിയ വണ്ടി അവിടെ അങ്ങനെ നിർത്തിയിട്ടിട്ടും വണ്ടി ഒന്ന് വാക്കറൗണ്ട് കാണിച്ചെടുത്താലോ. നൈസ് ഫ്രെയിം. ഇത് നമ്മളെ വീടിട്ടാ സ്വീറ്റ് ഹോം. ഇത് വാക്കറൗണ്ട് കാണിച്ചെടുത്താലോ. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ 1x കാണിച്ചെടുത്തോ. ആ രസം. ആ എന്നാ 1x എന്നാ 0.5 ഇടാം. ഫ്രണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഓഹോ ഓഹോ ഹോ ഇപ്പാ ശ്രദ്ധിക്കട്ടോ. അപ്പൊ ദാ പുതിയ വണ്ടി വന്നതൊന്നും തെല്ലും ബാധിക്കാതെ നാണിക്കുട്ടി ചക്കയിടാൻ വേണ്ടി ഇതാ കയറിയിരിക്കുന്നു. അയ്മ കൊളത്തോപ്പാ. കുറച്ചുകൂടി മാറിന്നോളി മക്കളെ. യെസ് ഒരക്കണ്ടി ഇവിടെ കാണിച്ചു കൊടുത്തത് 0.5 ഇട്ടോക്കെ. പറച്ചോനെ ഇപ്പൊ ആ കോണി സ്റ്റേബിൾ അല്ലേപ്പാ? ഞാനേ കോണി പിടിച്ചല്ലോ. ചക്കടല്ലേ? അടുത്ത ചക്ക ഇതാ നമ്മളെ ലക്ഷ്യമാക്കി
മന്ദം മന്ദം കടന്നു വരാൻ നല്ല കാനുണ്ടല്ലേ അപ്പൊ അതോട്ടി ഓ അതാ കുളത്തുമ്മക്ക് കിട്ടാൻ നല്ല പണിയാ. ആ പറിച്ചോളിപ്പാ രണ്ടും പോരും. ആ ഒന്ന് വീണു, ഒന്നുകൂടി. ആ അയിമ തന്നെ പറിച്ചോളിപ്പാ, അയിമ തന്നെ വലിച്ചോളി. അതെ ആ ആ ചക്ക നിർത്തക്കോ എന്നാലോ. അപ്പൊ കോണിയോ? കോണി നടന്നോട്ടെ. കുടിച്ചിന് കോണി കുടിച്ചിന് ഡോണ്ട് വറി. ഓ അത് കുറച്ച് പഴുത്തിക്കണോന്നിപ്പാ അല്ലേ? ബനഹർ ദിൽ കി പുകാർ തൂ ദിൽ കി തൂ പുകാർ തൂ तू आमने का ईमान तू आमने का ईमान जिंदगी को जन्नत बनाया ഇറങ്ങിക്കോളി. അപ്പൊ ചക്ക ഇട്ടുകൊണ്ട് ഇപ്പൊ ചിതാ ഇറങ്ങി വരികയാണ്. ഞാൻ അവിടെ പോവാ. അപ്പൊ നമ്മള് മൂത്തടുത്ത് പോയി ഡാഡിനെയും കൂടി നമുക്ക് വണ്ടി കാണിക്കാനുണ്ട്. അപ്പൊ ഞാൻ വണ്ടി കാണിച്ചിട്ട് വരട്ടെ. അപ്പൊ നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു കനാൻ അടിച്ചോ വണ്ടി കയറ്റിക്ക് വേണ്ടി. ഓക്കെ. അപ്പം ഞാനിപ്പം ഇപ്പച്ചിനെയും ഇമ്മച്ചിനെയൊക്കെ കാണിച്ചു കൊടുത്തു. ഇനി അതേപോലെ തന്നെ ഓല നാണയത്തിൽ തന്നെ ഞാൻ തൂക്കുന്ന ഒരാളാണ്. ആ അതിൽ തന്നെ അതിനെക്കാട്ടിലും ഒരു പടി മുകളിൽ നിൽക്കുന്ന ആളാണ് എൻ്റെ വല്യപ്പ. കാരണം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഞാൻ സ്കൂളിൽ ഇറങ്ങുന്ന കാര്യങ്ങളിലാണെങ്കിൽ വരെ ഇനീഷ്യേറ്റീവ് എടുത്ത് ഞാൻ ഒരു ഗവൺമെൻറ് ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന ടൈമിൽ ഇപ്പച്ചിയും ഇമ്മച്ചിയും അതിന് ഇറങ്ങണോ ഇറങ്ങണ്ടേന്ന് ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുന്ന ടൈമിൽ വല്യപ്പയാണ് പറഞ്ഞത് ഇറങ്ങി എനിക്ക് ഇഷ്ടമുള്ള പരിപാടിക്ക് പോയിക്കോ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അന്ന് ഇഷ്ടമുള്ള പരിപാടിക്ക് പോയോണ്ടാണ് അൽഹംദുലില്ലാ ഇന്ന് ഈ വണ്ടിയും കൊണ്ട് എനിക്ക് ഇവിടെ വല്യപ്പാൻ്റെ അടുത്ത് വരാൻ പറ്റിയത്. അപ്പോൾ ഇവിടെ കാണിച്ചു കൊടുത്തിട്ടല്ലാതെ എനിക്ക് ഈ വണ്ടി കൊണ്ട് വേറൊരു ആവശ്യമില്ല. ഫസ്റ്റായിട്ട് എനിക്ക് ഇവിടെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്, വല്യപ്പാൻ്റെ അടുത്ത് വരിക എന്നുള്ളതാണ്. അപ്പോൾ വണ്ടി കാണിച്ചു കൊടുക്കാൻ മാത്രമല്ല കേട്ടോ, അല്ലാത്ത ദിവസങ്ങളിൽ വല്യപ്പാനെ സന്ദർശിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ചരികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് വല്യപ്പാൻ്റെ വിവരം അന്വേഷിക്കണതും വല്യപ്പാൻ്റെ അടുത്ത് വരുന്നതൊക്കെ. അപ്പോൾ എന്തായാലും വല്യപ്പാക്ക് വണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കുക. എന്താണ് വല്യപ്പാൻ്റെ വലിയ റിയാക്ഷൻ ഒന്നും പ്രതീക്ഷിക്കണം, പക്ഷെ എന്നാലും വല്യപ്പാക്ക് സന്തോഷമാവും. എന്തായാലും നമുക്ക് വണ്ടി കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഉമ്മാൻ്റെ വീട് കേട്ടോ. ഉമ്മാൻ്റെ വീട്ടിലേക്കാണ് വണ്ടിയും കൊണ്ട് ഞാൻ മന്ദം വരുന്നത്. റിച്ച് ബോയ് ആദ്യം കയറി വില കുറഞ്ഞു നിന്നു കേട്ടോ. കേട്ടോ ഡാഡി വന്നിട്ട് അപ്പൊ കാണാം. വണ്ടി എങ്ങനെയുണ്ട്? വരേ എവിടക്കാ പോയിനി അപ്പൊ? ഉദ്ഘാടനത്തിന്. ആ വണ്ടി എടുത്തീനി. ആ അപ്പൊ കാണിച്ചു കൊടുക്കാൻ കൊടുത്ത ഡാഡിക്ക്. ആ ഞാൻ അടുത്തല്ലേ സിദ്ദീഖിന്റെ അവിടെ ബസ് കെട്ടിയ ആസ്പത്രിയിലാണ് ടൈഗർ. ഓനെ പോയിട്ട് കണ്ടവുമില്ല. വെള്ളം ഇവിടെ ചോദിച്ചു നോക്ക്. സെബിനെ കുറച്ച് വെള്ളം കൊടുക്കും അവനെ. വണ്ടി ഇത് ഇവിടെ കോയമ്പത്തൂരൊക്കെ പോകാനും സാറാണേ. നമ്മളെ പോക്കിനാണ് മെയിനായിട്ട്. ആ ഇത് CNG 35. നല്ല മൈലേജാണ്. 35 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഒരു റൗണ്ട് പോയി എന്നാലോ? എന്നാണ് ആടി അവിടെ കയറിക്കോളി മേരി. ഇതിന്റെ തന്നെ കൂടിയ മോഡല്. ഇത് മുമ്പത്തെ ഇത് ഇപ്പത്തെ മോഡല്. അമ്മച്ചി കയറിയിട്ട് കൊണ്ടുവരാം. ഓരോ റൗണ്ട് കയറി നോക്കി. ഇപ്പൊ വരട്ടെ ടോശലെ റൗണ്ട് അടിച്ചിട്ട് വരാം. രണ്ടാടി അവൻ കയറിയിരുന്ന് വെള്ളം കുടിച്ചിൽ കഴിഞ്ഞു. അത് റിച്ചു റൈമാക്കാൻ്റെ നമ്മളപ്പുറത്തെ.
മരുന്നങ്ങോട്ട് പോലെ ആ എങ്ങോട്ടാ വണ്ടി അങ്ങോട്ട് പോകല്ലേ? ഈ നേരത്തെ ഫുള്ള് എന്താ ആ അതിനെ കൊണ്ട് കുടുങ്ങിക്കണം. FM ഇങ്ങനെ പോലീസ് ആ ഞാൻ തരാം. അപ്പൊ സിദ്ധിയാക്കാൻ്റെ അടുത്തേക്ക് എങ്ങനെ പോയി ഡാഡി? ഞാൻ സ്കൂട്ടിമ പോയി. ഒറ്റക്ക് പോയേ? ഒറ്റക്ക് ഇങ്ങനെ അരിക്കരിക്ക് ഇങ്ങനെ പോയി വീരുണ്ട്. പക്ഷെ പേടിയാ പോകാമേ. പിന്നെ ബാവൂല ആരും കൊണ്ടുപോകാനാവില്ല. പിന്നെ സെബിയാണ് ഓള് കൊണ്ടുപോകും. ഓള് സ്കൂളിൽ വരും. ഇത് നമ്മളെ ഡിസയർ തന്നെ. അതിന്റെ CNG ഉള്ള, അതായത് ഇതിന് പോകൂലേ, CNGക്ക് പോകൂലേ, അപ്പൊ 35 കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും. വണ്ടി CNG ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. നല്ല സുഖല്ലേ? പുതിയ വണ്ടിയല്ലേ? ഏസിയൊക്കെ വിട്ടോട്. ചൂടൊക്കെ തണക്കട്ടെ. AC ഇട്ടിട്ടുണ്ട്. ഒന്ന് തുറക്കാം, അങ്ങോട്ട് പോന്നാലോ? അങ്ങോട്ട് ഒരു 10 അവിടെ കൂടിക്കോളിട്ടോ. 1000 മുറി 10 കഴിഞ്ഞിട്ടേ. ആ നോൽബോർക്ക് നിങ്ങൾ ഒരു 10 അവിടേക്ക് വരി എന്തായാലും കേട്ടോ. സീറ്റ് ബെൽറ്റ് ഞാൻ എടുത്തു. അതന്നെ, അതില് വലിയ മാറ്റമില്ല. കുറച്ച് സെറ്റിങ്സും ഇല്ലേ. പോവാണ് ഡാഡിയെ, പോയി വരാം. എന്നാ വിട്ടു. അസ്സലാമു അലൈക്കും. വണ്ടി സൂപ്പർ അല്ലേ? നമുക്ക് മിംസുക്കും ഇവിടേക്കൊക്കെ ഓടേ. അപ്പൊ സുഹൃത്തുക്കളെ, റിച്ചു ഇപ്പൊ അടുത്തൊരു ടൂർ പോകുന്നുണ്ട്. അപ്പൊ ആ ടൂറിന് പോകാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും റിച്ചുവിനായിട്ട് ബന്ധപ്പെടുക. റിച്ചുവിന്റെ കൂടെ ഒരു യാത്ര, ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അതിനായിട്ട് ബന്ധപ്പെടുക. എവിടേക്കാണ് പോണത്? എവിടുന്നാ പോണത്? എന്താണ് ഇവിടുന്ന് ടൂർ ബസ് കുടുംബശ്രീ ടൂറാ. കുടുംബശ്രീ, അതായത് എംബസി എന്നൊക്കെ പറഞ്ഞ പോലെ കുടുംബശ്രീന്നാണ് ഈ ഒരു ട്രിപ്പ് പോണത്. കുടുംബശ്രീ, നാട്ടിലെ കുടുംബശ്രീ പോകും. ആ ടൂർ മൈസൂരാ. മൈസൂർക്ക് എത്ര ദിവസം? ഒരു 5 ദിവസം, 2 ദിവസത്തിന്, 8-10 ദിവസത്തിന്, 2 ദിവസത്തിന്, 2 ദിവസം. അപ്പൊ നെടുമ്പാശ്ശേരി വഴിയാണോ പോണത്? അല്ല, നാടുകാണി വഴി. നാടുകാണി വഴി കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന മൈസൂർ ടൂറാണ്. അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ്? മൈസൂരിൽ എന്തൊക്കെ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്? മൃഗശാല, ബിർക്കിസ്ഥാനോ? മൃഗശാല. ആ മൃഗശാല. പിന്നെ മമ്പാട് പോകേണ്ടതാണ്, എനിക്കറിയില്ല. മമ്പാടോ? മമ്പാട് മൈസൂരാ? അല്ല, മമ്പാട് പാർക്ക് ഉണ്ട്. മമ്പാട് പാർക്കോ? അപ്പൊ മൈസൂർക്കല്ലേ പോണേ? അപ്പൊ മൈസൂർ പോവും, അവിടുന്ന് മമ്പാടുക്കും പോവും. ഓ, അതെന്ത് ട്രിപ്പ്? അതൊരു ഹെവി ട്രിപ്പ് ആയല്ലോ. മൈസൂരിൽ നിന്ന് നേരെ മമ്പാട്ടേക്ക്. മൈസൂര് ടിപ്പു സുൽത്താന്റെ ഗുഹയ്ക്ക് ഉണ്ടോ നിങ്ങള്? പോകുന്നുണ്ട്. അതായത് ടിപ്പു സുൽത്താന് മൈസൂരിലെ ടൂർ കഴിഞ്ഞിട്ടോ കോഴിക്കോട്. ആ കോഴിക്കോട്. ആ അങ്ങനെ പറയും, സ്ഥലങ്ങളെ പേരാണ് പറയും. മുട്ടായി തെരുവ്. പിന്നെ എന്താണ്, പിന്നെ എവിടെയാണ്? ലുലു മാള്. അതന്നെ. അപ്പൊ മെയിൻ സ്ഥലത്ത് പോയില്ലേ? മെയിൻ സ്ഥലം നമ്മളെ ബീച്ച്. കയ്യടികൾ ബീച്ച്. മെയിൻ സ്ഥലം കോഴിക്കോട് ബീച്ച്. കോഴിക്കോട് ട്രിപ്പ് പോയാല് വർഷങ്ങളോളൊരു ഇതാണ്. കോഴിക്കോട് ബീച്ച് കാണാതെ ആരും പോരൂല. മൈസൂർ പോകുമ്പോൾ നിങ്ങൾ എന്തായാലും എവിടെ പോകണം? മൈസൂർ ബീച്ചിൽ പോകണം. മൈസൂർ ബീച്ച്. അതന്നെ. മൈസൂരിലെ പിന്നെ പാരീസ് ടവർ ഉണ്ട് മൈസൂരിലെ, ഇല്ലേ? ആ കുന്ത്രാണ്ടുണ്ട്. അപ്പൊ അവിടെ ഒന്ന് പോകണം. അതേപോലെ റയൽ മാഡ്രിഡിന്റെ സ്റ്റേഡിയം ഉണ്ട് മൈസൂരത്തെ. ഫുൾ ബോർഡ് സ്റ്റേഡിയം. റയൽ മാഡ്രിഡിന്റെ ഒരു സ്റ്റേഡിയം ഉണ്ട് വരുന്നത്, സാന്റിയാഗോ ബെർണബ്യൂ. സാന്റിയാഗോ ബെർണബ്യാഗോ. അവിടെ പന്തൽച്ചാ റൊണാൾഡോ അവിടെ പോയി പന്തൽച്ചാ. അവിടെ നേരെ പോകാൻ ഇറങ്ങാൻ പറ്റൂല. മെസ്സിന്റെ ആളാ. അപ്പൊ എന്നെ തീരെ അവിടെ ഇറക്കൂല. പെട്ടെന്ന് 2 റൂളാവും. അപ്പുറത്ത് മറ്റേ എതിരാളിന്റെ സ്റ്റേഡിയത്തിലാണ്. അപ്പൊ അവിടെയൊക്കെ പോയി മൈസൂർ സൂവിൽ പോയിട്ട് വരണം കേട്ടോ. ഓക്കെ.
അപ്പോൾ നമ്മൾ എല്ലാവരും വണ്ടി കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇന്നലത്തെ കുറച്ച് വിഷ്വൽസ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാണ്ട്, ഒന്നാമത് വണ്ടി എടുത്ത വിഷ്വൽ ആഡ് ചെയ്യാണ്ട്, അതുപോലെ തന്നെ വണ്ടി എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് പോയി അച്ചുവിൻ്റെ അടുത്തൊക്കെ കഴിഞ്ഞാൽ ആദ്യം പോയി കേട്ടാ. അപ്പോൾ അവിടെ പോയതുണ്ട് ആ വിഷ്വലും, അതുപോലെ അഫിനെ എടുക്കാൻ പോയ വിഷ്വലുണ്ട്. അഫിനെ ഇതിൻ്റെ കൂടെ ഫസ്റ്റ് വരാൻ പോണ വിഷ്വൽ. അഫി ഇന്നലെ സ്കൂളിലെത്തിയപ്പോൾ എക്സാം കഴിഞ്ഞ് ഫസ്റ്റ് കാണുന്നത് വണ്ടിയാണ്. അപ്പോൾ ഓൻ്റെ റിയാക്ഷനാണ് ഫസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞ് അച്ചുവിൻ്റെ വിഷ്വലും, അത് കഴിഞ്ഞ് ഷോറൂമിൽ നിന്ന് സാധനം വാങ്ങിയ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പം ആ വിഷ്വൽസുകളിലേക്കൊന്ന് കിടക്കാം. ഓ ആഫീഫിൻ്റെ ഒരു മോനെ പേപ്പറാണ് കീറി എറിഞ്ഞേ. ക്വസ്റ്റ്യൻ പേപ്പറാണ് തോട്ട് കറിഞ്ഞോല്. ബെബലിയും കൊണ്ടാ ഞാൻ പോയിന്. ഓ നല്ല സന്തോഷം ഉണ്ടല്ലോ. വണ്ടി എങ്ങനെയുണ്ട്? വ്യത്യാസം കൊടുത്തിട്ടില്ല, വ്യത്യാസം അവിടെ ഉണ്ട്. കേറിയും ചെറിയ പൈസ കേറി കിടല വണ്ടിയാണേ, അതാ പറഞ്ഞേ. ആ ബാഗും ചട്ടക്കോ മാറ്റിച്ചടാ. ഗ്യാസ് കയറും ബാക്കൊക്കെ. ഓ സൗബം കേറില്ലേ? വരില്ലേ? എടാ സൗദേ വരുന്നില്ലേ? ആ ശരി. റീന ഉണ്ട് പറഞ്ഞേ. ഫർസാൻ എങ്ങനെയുണ്ട് ഫസ്റ്റ് ലുക്ക്? ഏതോ വണ്ടി നല്ല രസമുണ്ട്. എങ്ങനെയുണ്ട്? മുന്നിൽ കാണാൻ നല്ല രസമുണ്ട്. ഓ നമ്മള് രസമുള്ള വണ്ടിയിൽ എടുക്കുള്ളൂ. കാണാൻ തന്നെ സ്മൂത്ത് നടട്ടോ സൗദ്. സൗദിന്റെ ഫ്രെയിം ഒന്ന് വെച്ചെടുത്താ ഓഫ് പറവീത്ത് നടനെ പോലെ സൗദ്. ചെറിയൊരു പ്രകാശ റൈറ്റിക്ക് കുറച്ച് എടുത്തുക്കുക ഞാൻ അടിക്ക് ഇറങ്ങ്. കുറച്ച് റൈറ്റിക്ക്. ഓ കുറച്ച് ലെഫ്റ്റിക്ക്. ഓ ഏതാ ഫ്രെയിം? ആ വ്ളോഗ് കാണുമ്പോ മനസ്സിലാവും അതിന്റെ വൃത്തി. ആരാണ് ആ ചാത്തപ്പ സ്കൂട്ടിമ്മ 3 ആള് പോണേ? ചെലവുണ്ട്. നമ്മളെ ഒട്ടകത്തിന് ഇറക്കുന്നുണ്ട് ഇതിന്റെ സ്പെഷ്യൽ ചെലവ്. പിന്നെ എന്നോട് കയറാൻ പറയും. പിന്നെ എങ്ങട്ടാ അപ്പം? അല്ല ഇവനോടെ ജിതിനോടെ? എന്തേ ആണോ? പാവണ്ട്. കേറടാ. അന്ന അവിടെ ഇറക്കി തരാ. അന്ന ഫാൻസിന്റെ അവിടെ നിങ്ങളെ പോണേ? എന്നാ കേറ്. അവിടെ ഒരു കുറ്റി ഉണ്ട്, ഗ്യാസ് കയറും. വണ്ടി എങ്ങനെ ട്രെയിനാണ്? വണ്ടി ഇപ്പൊ ടയറും മാറ്റിട്ട് ഇവിടെ ഇതിലെ വണ്ടി കൊണ്ടുവരുന്ന ഒരു ഇടങ്ങേറ്. തിരിച്ചാനല്ല, അത് കാട്ടാൻ കൊടുന്നൊക്കെ പറയും കുട്ടികളെ. ഒന്നും ആരും കാട്ടാനല്ല, അവൻ എടുക്കാൻ വന്നു വായിക്കും പോണ്ടില്ല. അഫിനെ ഒരു ദിവസം ഇതിലെ മസ്റ്റാങ്ങിൽ എടുക്കാൻ വരും. എടുക്കാൻ പറ്റില്ല ഇതില്? ഇന്റെ മസ്റ്റാങ്ങിലല്ല കേട്ടോ. ഇന്റെ മസ്റ്റാങ്ങിൽ എടുക്കുമ്പോൾ എന്റെ +2 കജ്ജും തോന്നുന്നു. ആരെങ്കിലും ഒരു മസ്റ്റാങ്ങിൽ അങ്ങനെ വരും ഞാൻ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ വണ്ടി എടുത്ത് പോണ വഴി ബാസിലവർകൾ നമ്മളെ പാസ് ചെയ്ത് പോയി. വണ്ടി വരുന്ന ബാസിലവർക്ക് അറിയില്ല. ബാസിലവർ ഓൺ അടിച്ചിട്ടൊന്നും കേൾക്കണില്ല. ഒരു 100 ഓൺ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ടാ ഇതിന് മുന്നേ. ഒറ്റ എടാ ബാസിലേ ചെങ്ങായി നിർത്ത്. എടാ ഒമ്പടെ ഉള്ളപ്പോ 20 ഓൺ അടിച്ച് നമ്മള്. ഓൻ എന്തെങ്കിലും ചാടിയിട്ടാണെങ്കിലോ പേഴ്സി ചാടിയിട്ട് ഒരു വേറെ അടിക്കണല്ലോ മാറിക്ക്. ഞങ്ങളൊന്ന് പോട്ടാക്കി ചെറിയ ആവശ്യമുണ്ട്. ഇടയിൽ കുടിക്കോ എടാ ബാസിലേ നീ പുതിയ വണ്ടി കണ്ടുകളാം.
ഓനെ ഉണ്ടല്ലോ എൻ്റെ തണ്ട് കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയതോ. അല്ലേ അവിടെ പോവന്നെ എന്തെങ്കിലും തിരക്കാവും. കേട്ടോ ആയിക്കോട്ടെ, നമ്മളൊരു 150 ഓണടിച്ച് ഒന്ന് ചവിട്ടുക. ഞാൻ ആ കാറുകാരനെ നിർത്താൻ വേണ്ടി അടിക്കണേ. ആടാ ആ കാറിനെ നിർത്തിച്ചാനുള്ള എന്റെ വീട്ടില് ഇറക്കി കേറുന്നേ. ഇതില് കേറ്, ഞാൻ അവിടെ ഇറക്കി തരാം. പിന്നീട് ബസ്സിൽ വന്നോ കേറ്, 2 റൗണ്ട് പോവാ. ആ വണ്ടിയോ വണ്ടി ഇങ്ങോട്ട് തന്നെ ആക്കി തന്നാ പോരെ. എങ്ങോട്ടാ റൗണ്ട് പോണേ? എന്നാ അങ്ങോട്ട് വാ. ഇതിലെ പോണേ, ഇതിലെ പോവാ. അല്ലെങ്കിൽ ഞാൻ പെരി പോയിട്ടാണ്ടായിരുന്നു വീട്ടില്. തിരക്കുണ്ടാവൂലേ? തിരക്കൊന്നുമില്ല. എന്നാ പെരി പോയിട്ട് വാ. ഇന്ന് വരുവോ? ഉറപ്പാ? വരും. എന്നാ ഓക്കെ. ഹലോ ചോദിച്ചോ, എവിടുന്ന കൊണ്ടുവരണേ? ഷോറൂമിന്ന്. ഹലോ നമ്മളിവിടുത്തെ നിലമ്പൂരിൽ. ഹലോ സെറ്റല്ലേ? ഇതാ ഇവിടെ കറലായെത്തി. അപ്പൊ ഗായ്സ് പുതിയ വണ്ടി ഇറക്കി. ഇനി നമ്മളെ ഫുൾ യാത്രകള് ഈ വണ്ടിയിലേക്ക് കയറാം. ഓ CNG, അതായത് ഏകദേശം ഒരു 30-40 കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും നടക്കുന്നത്. അപ്പോൾ നമ്മളിനി ബൈക്ക് കൊണ്ട് ഇറക്കണ ഇത് കൊണ്ടിറക്കും. ഇനി ഫുൾ യാത്രകൾ കയറാം. അപ്പം നമ്പർ കിട്ടിയിട്ടില്ല, ടെമ്പററി ആണ്. അപ്പം നമ്പർ ഫാൻസി നമ്പർ ആവില്ല നമ്മളത്. അതെ വണ്ടി എടുത്തില്ല, ഇനിയിപ്പോൾ എന്താ ഫാൻസി നമ്പർ അല്ലാതെ. അപ്പൊ ഫാൻസി നമ്പർ ഏത് വേണമെന്നില്ല നിങ്ങൾ ഇതിൽ കമന്റ് ചെയ്യട്ടോ. നിങ്ങൾ പറയുന്ന നമ്പർ നമ്മൾ ഇതാക്കും. പക്ഷെ പലരും പല നമ്പറാണ് കേട്ടോ. കൂടുതൽ ആളും ഒരു നമ്പറിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അഫിനെടുക്കാൻ പോവാ. അപ്പൊ അഫിനെടുക്കാൻ പോവാണ്. സ്കൂളിൽ പോയിട്ട് പൊക്കി പോരും. അപ്പോൾ +1 സ്കൂളിൽ പോയിട്ട് അഫിനെ പൊക്കി പോരാൻ പോവാണ്. അപ്പോ ചെക്കന്മാർക്ക് മൈക്ക് കൊടുക്കാം കേട്ടോ. ആ വണ്ടി വരുന്നുണ്ട്, പോയിക്കോളി. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ വണ്ടിയുമായി എല്ലാരെയും കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യ ദർശനം അച്ചു അവർകളാണ്. ദർശനത്തിന് നമ്മൾ എത്തിയിട്ടുള്ള അച്ചു ത്രിമൂർത്തികൾ. അപ്പം അച്ചു ത്രിമൂർത്തി അവർകൾ എന്താണ് വണ്ടി ഫസ്റ്റ് ലുക്കിൽ പറയാനുള്ളത്? നല്ലൊരു വണ്ടി, ഇതിൽ പറയും നല്ല വണ്ടി. ഞാൻ പിന്നെ ലോകം എന്നെ പിന്നെ വിളിച്ചു മാറിക്കാണ്. അടിപൊളിയാണ്, ഒന്നും പറയില്ല. മാഷാഅല്ലാഹ്, മബ്രൂക്ക്. താങ്ക് യു. മൊത്തത്തിലുള്ള ഇത് സെറ്റപ്പ് പറയാണ്. ആകെ നമ്മളെ കൂടുതൽ കുറച്ച് വണ്ടി നോളജ് ഉള്ള അനക്കാണ്. ഇതിന്റെ റിവ്യൂ നോക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. എടുത്തു CNG. അതായത് നമുക്ക് വേറെ ആർക്കും കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് വണ്ടി തന്നിക്കണ്. അത്രയും ഫാസ്റ്റ് ആയിട്ടാണ്. സ്റ്റീലില്ല, ഒന്നുമില്ല, വെറുതെ എന്നാ ഷൂട്ടിങ് മിക്സിങ് കൊടൈക്കനാൽ. അതൊന്നും പറയണ്ട, മിക്സിങ് ഒന്നും പറയണ്ട, കാണാം. അപ്പം നമ്മുടെ പുതിയ തലമുറ കപ്പിൾസ് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഒപ്പാണ്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് കടത്തോ ഇരുത്തോ ഉറക്കോ എല്ലാം ഒപ്പാണ്. ഇഷ്ടമല്ല. ഇനി എനിക്ക് തോന്നുന്നു ഈ ഒരു മോഡലിന്റെ വരവോടെ ഒരുപാട് ഫാമിലികൾ ഡിസൈറിന് ഇഷ്ടപ്പെട്ട് തുടങ്ങും. കാരണം ഞാൻ മാരുതിക്ക് തിരിച്ചു വരാൻ തന്നെ കാരണം എന്താണ്, പക്ഷെ എന്താ വെച്ചാൽ മാരുതിക്ക് തിരിച്ചു വരാനുള്ള കാരണം എന്റെ ഒരുപാട് ലോട്ടാണ്. അപ്പൊ എനിക്കൊരു മൈലേജ് ഉള്ള വണ്ടി എനിക്ക് മസ്റ്റാണ്. ഞാൻ വണ്ടി എടുക്കുന്ന ടൈമിൽ അത് കൂടെ കൊടുത്ത അതിന് സമ്മാനം കിട്ടിയാണ് മരത്തിന്റെ ഫലകം. ഇത് സമ്മാനം കിട്ടിയാണ് അവിടുന്ന്. ഇതുപോലെ വക തന്നാണ്. ഇതുകൊണ്ട് എന്താ തുറക്കുക? അതാണ് എനിക്ക് എന്തിനാണ് മനസ്സിലാവണില്ല. അത് കുറച്ച് ഇതിമ്മ കുറച്ച് സ്ട്രിങ്സും 2 കമ്പിന്റെ ഊക്കുലൊക്കെ യൂസ് ചെയ്യും. ഇല്ലല്ല, പടക്കൊന്നും ഞാൻ വെക്കുകയല്ല അതൊന്നും വെച്ചിട്ട്. അപ്പൊ അത്യാവശ്യം സീറ്റിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോ കുടുങ്ങിയത് എവിടെ അറിയോ? വണ്ടി ബ്ലാക്ക് ആയി. നമ്മൾ കുറച്ച് മുന്നിൽ അത് ഡെയിലി വാഷ് ചെയ്യാം. പിന്നെ ചെറിയ വര വന്നാലൊക്കെ പെട്ടെന്ന് കിട്ടും ചെയ്യും. സങ്കടത്തിലിരിക്കുക. അതായത് ഞാന് സുസുക്കിന്റെ ഏതെങ്കിലും വണ്ടി എടുക്കാന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല ടൊയോട്ടയാണ്. അല്ല ഷാനു, ടൊയോട്ട അടുപ്പിച്ചു. കൊറോള അൾട്ടിസ് അടുപ്പിച്ചു. അൾട്ടിസും കൊണ്ട് ആകെ അതെന്താ സുസുക്കി, എന്തിനാ സുസുക്കി ഒക്കെ എടുക്കണമെന്ന്. ഇപ്പൊ ചെക്കൻ സുസുക്കി ഒക്കെ ഒരു മാമനായി, മറ്റേ തന്തവൈബായി. ഷാനുണ്ട് എന്താ പറയല്ലേ വണ്ടിനെ കുറിച്ച്?
എന്താ പറയുക, അതായത് നമ്മൾ എത്രയും കാലത്തെ യാത്രകളിൽ ഈ വണ്ടി എത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതിന്റെ മൈലേജ്, അതായത് മാനേജർ നമ്മൾ അക്കൗണ്ട്സിക്ക് വരുമ്പോൾ ഈ ഒരു വണ്ടി നമ്മളെ ഇതിലെങ്ങനെ ഹെൽപ്പ് ചെയ്യും? 34 കിലോമീറ്റർ കിട്ടുന്നൊക്കെ പറയുന്നുണ്ട്. കിട്ടിയാൽ അൽഹംദുലില്ലാ, കിട്ടിയാൽ ഭാഗ്യം. അപ്പൊ നമ്മൾ CNG ഫുള്ളാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. 600 റുപ്യക്കല്ല, 1500. 1500 റുപ്യക്ക് അടിച്ചാല് സൽമാൻ പറയണം തരോ ഈ എസ് സ്വിഫ്റ്റിന്റെ എസ് ആണ്. സ്വിഫ്റ്റ് ഡിസയർ ആണ് വണ്ടി. നിയാലിനും സൽമാനും എന്താണ് പറയാനുള്ളത്? അടിപൊളി വണ്ടി, അടിപൊളി സീമണ്ടി. ഇനിയുള്ള യാത്രകളിൽ നമുക്ക് ഇത് ഗുണം ചെയ്യും. അപ്പൊ പണ്ടൊക്കെ നമ്മള് എവിടെയെങ്കിലും കട്ടായിട്ട് കൊച്ചിക്കൊക്കെ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര മടിയേക്കരം. അതന്നെ എല്ലാരും നിഹാലിന്റെ, അതായത് ഈ ഒരു കാറിൽ നിഹാലിന്റെ ബൈക്ക് നിഹാലിന് ഒറ്റയ്ക്ക് ചെത്തി പൊളിച്ചു പോവാ. നമ്മളെ കാറിൽ 5 കേസിട്ട് വെയിലുള്ളത് പോവാ. എന്ത് എങ്ങനെയുണ്ട്? സെയിം മൈലേജ് വന്ന വണ്ടിക്കും ആ മൈലേജ് ഉള്ളൂ. 25-26 ഒക്കെ ഉള്ളു. 25 പഞ്ചാബി സൈലൻസറും വെച്ചാണ്ടുള്ള. ഇല്ല ലൈറ്റ് ലൈറ്റ് ഓഫ് ആക്കും. ബാക്ക് എടുത്താൽ മതി. കേറി ഇരിക്കൊന്നും വേണ്ട ഓഫ് ആക്കാന്. ഓഫാക്ക്. ഇങ്ങോട്ട് കുട്ട, ഇങ്ങോട്ട്. ഇല്ലല്ല, ഇത് ട്രാക്ഷൻ പുതിയ വണ്ടി വേണ്ടി കിട്ടാന്നാട്ടോ. അപ്പം എന്തായാലും നമുക്ക് അടുത്ത ആൾക്കാരുടെ അടുത്തേക്ക് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ആൾക്കാർക്കിടയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇത് അസറു, അർഷു അവർക്കൊന്നും കാണാൻ പറ്റിയില്ല. ബാസിൽ കണ്ടു. ബാസിൽ നീ എത്ര ഓൺ അടിച്ചു കൊടുത്തത്? നിർത്താൻ പോയടാ. ആ വ്ളോഗിലുണ്ട്, നിർത്താൻ പോണേ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളെ വണ്ടി ഡെലിവറി എടുത്ത വീഡിയോ. ഇത് ഏറ്റവും വ്ളോഗിൻ്റെ അന്ത്യത്തിലാണ് വരിക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതാ നിങ്ങളെ പേര്? റാഷിക്ക്. ഇത് സഫാഫ്. ഇതൊക്കെ ഇതെനിക്ക് വണ്ടി എടുത്തുന്ന ആൾക്കാരാണ്, സഫാഫിൻ്റെ ഒപ്പം പഠിച്ച ആൾക്കാരാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ ഇവരെ സമീപിക്കുക. അപ്പോൾ നമുക്ക് വളരെ, അതായത് ഇപ്പം ഇത്രയും പെട്ടെന്ന് നമ്മൾ ബ്ലാക്ക് വണ്ടി ആർക്കും അങ്ങനെ കൊടുത്തിട്ടില്ല. ഇല്ലല്ലോ. സ്പെഷ്യൽ ഹിബത്താക്കും, അതിലെനിക്ക് ഹിബത്ത, മുബാർക്കാക്ക എല്ലാവരോടും താങ്ക്സ് പറയുന്നുണ്ട്. ഓരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഇത്രയും പെട്ടെന്ന്. ബ്ലാക്ക് കളർ ഡിസൈർ അത്യാവശ്യം ഡിമാൻഡുള്ള വണ്ടിയാണ് അല്ലേ. ഇപ്പം ഇറങ്ങി പുതിയ ഫേസിൽ ഇറങ്ങി ബ്ലാക്ക് കളർ എല്ലാം കിട്ടാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈമിലാണ് നമുക്ക് വണ്ടി പെട്ടെന്നൊരു ടൈം ഗ്യാപ്പിൽ നമുക്ക് 10-14 ദിവസം വെയിറ്റിങ്ങോ 15 ദിവസത്തെ വെയിറ്റിങ്ങിൽ നമുക്ക് വണ്ടി തന്നത്. അപ്പോൾ അതിനെല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ്. അപ്പം എന്തായാലും നമുക്ക് വണ്ടി ഡെലിവറിയിലേക്ക് കിടക്കാം. ഇനി മുന്നിൽ പോയി ചാവി അങ്ങനല്ലേ ഉള്ളൂ. ടയറ് 205 ഇട്ട് 185 മാറ്റിയാണ്ട്. സെയിമല്ല മറ്റേ കുഞ്ഞി ടയറാണേ. ആ ഇതെല്ലാം വൃത്തിയുണ്ട്, വൃത്തിയിൽ കിടക്കുന്നുണ്ട് ടയറ്. വണ്ടി ഒരു ഇടുപ്പുണ്ട്. ഓ മറ്റേ ഇങ്ങനെയാണ്. എടുക്ക വരും. ഓക്കെ, താങ്ക് യു കേട്ടോ. താങ്ക്സ്. കാണാം. ബാ ജ്യോതി തന്നോ. ബാ ഇതിലെന്തൊക്കെയാണുള്ളത്? പേപ്പറും. ബാ രണ്ടാള് ഫോട്ടോ എടുക്കണോ? ആയിക്കോട്ടെ. ഒരു തംസപ്പ് കൊടുക്കുക പാവേ. ഓക്കെ ഓക്കെ. പോവല്ലേ ജിമ്മി? സേ ഫ്യൂ വേർഡ്സ് അബൌട്ട് വണ്ടി. നമുക്കിപ്പോൾ എന്താ പറയുള്ളത്, വണ്ടി ഡിസൈന് മൊത്തം മാറിയതുകൊണ്ട് വണ്ടീൻ്റെ ലുക്ക് തന്നെ അറിയാം. പിന്നെ ബ്ലാക്ക് എഡീഷനും കൂടി ആയതുകൊണ്ട് ഇത്രയും കാലം അനു വൈറ്റെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ ബ്ലാക്കും കൂടി ആയതുകൊണ്ട് സംഭവം സീനായിക്കണ്. മാഷാ അല്ലാഹ്, ഉഷാറാവട്ടെ. ഒരുപാട് യാത്രകൾ പോകണം. കാരണം 34 കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടി ആയതുകൊണ്ട് ഞങ്ങൾ എല്ലായിടത്തും കുഞ്ഞ് ഇതിലാവും പോവാ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഈ ഒരു വ്ളോഗ് കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ കൂടുതൽ സൂപ്പർ വ്ളോഗുമായി നമ്മൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ കുറച്ചൊക്കെ ട്രാവൽ ചെയ്തിട്ടല്ല, കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ വണ്ടി വാങ്ങിയിട്ടുള്ളത്. അതിനുള്ള സമയം പടച്ചോൻ എനിക്ക് അനുവദിച്ച് തരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ ഇങ്ങനെ പരിപാടിക്ക് പോയിക്കൊണ്ടേ നിൽക്കും ഞാൻ.
അപ്പോൾ എന്തായാലും ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയ വണ്ടിയാണ്. എല്ലാവരെയും പ്രാർത്ഥനകളിൽ ഈ ഒരു വണ്ടി വേണം. എന്നും ബർക്കത്തുള്ള യാത്രകൾ ചെയ്യാൻ ഈ വണ്ടിക്ക് പറ്റട്ടെ. നല്ല രീതിയിൽ പോകാൻ അപകടങ്ങളോ പ്രശ്നങ്ങളോ അല്ല മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഈ വണ്ടീൻ്റെ പോക്ക് പോകാതിരിക്കട്ടെ. ആരും ബുദ്ധിമുട്ടിക്കാതെ പോകാൻ ഈ വണ്ടിക്കും എനിക്കും ഞങ്ങൾക്ക് കുടുംബങ്ങൾക്കും പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വ്ളോഗ് മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും ഒരു കിടിലൻ റെസിപ്പി വ്ളോഗുമായിട്ട് അടുത്തതായിട്ട് കാണാം.